അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി എടുത്തതിന് ശേഷം ഞാൻ ഈ വണ്ടിയിൽ സ്പ്രിങ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്തുണ്ടായിരുന്ന 2087 വണ്ടിയിലും ഞാൻ തന്നെ എടുത്തതിന് ശേഷം സ്പ്രിങ് ചെയ്തതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ സ്പ്രിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട്. അപ്പോൾ ആ വണ്ടിയിൽ ഞാൻ സ്പ്രിങ് ചെയ്തത് ഈ സ്പ്രിങ് വർക്കുകാരെടുത്തുനിന്നാണ്. പക്ഷേ ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത് അല്ലാണ്ട് തന്നെ ഞാൻ സ്പ്രിങ് മേടിച്ചിട്ട് സാധാരണ പണിയെടുക്കുന്ന വർക്ക്ഷോപ്പ് തന്നെ ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ സ്പ്രിങ് എങ്ങനെ കിട്ടുകയെന്നും ഇതിന് എത്ര വിലയായെന്നും എങ്ങനെയാണ് ഈ സ്പ്രിങ് ഇടുന്നത് എന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ടയർ അഴിച്ചിട്ട് ഈ സ്പ്രിങ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഈ വണ്ടിക്ക് ഇട്ടിട്ടുള്ള സ്പ്രിങ്. ഈ സ്പ്രിങ് ആൽഫേൻ്റെ കമ്പനി സ്പ്രിങ് ആണ് കേട്ടോ. അപ്പോൾ ഒരുമാതിരി അത്യാവശ്യം നല്ല സ്പെയർ പാർട്സ് ഷോപ്പുകളിലെല്ലാം ഈ സാധനം കിട്ടും നമുക്ക്. ഈ ഷോക്ക് ഉണ്ടാവും, ഇത് അംബാസഡറിൻ്റെ ഷോക്കാണ്. ഞാൻ ഈ സൈഡിൽ മാത്രമാണ് ഈ ഷോക്ക് ഇട്ടിട്ടുള്ളത്. അപ്പർ സൈഡിൽ നമ്മുടെ ആപ്പേൻ്റെ ഷോക്ക് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളതും കൂടെ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഈ ഷോക്ക് ആണെങ്കിൽ വേറെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മുടെ ആപ്പേൻ്റെ ഷോക്ക് ആണെന്നുണ്ടെങ്കിൽ അതിലൊരു എക്സ്ട്രാ പീസ് വെക്കണം. അത് ഞാൻ അപ്പർ സൈഡ് അഴിച്ചിട്ട് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ സ്പ്രിങ്ങിനെ കറക്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ സ്പ്രിങ്ങുകാരെടുത്ത് പോയിട്ട് നമ്മൾ ചെയ്യുന്ന സ്പ്രിങ്ങും അല്ലെങ്കിൽ സാധാരണ നമ്മൾ കാറിൻ്റെ കട്ട് ചെയ്തിട്ട് ഇടുന്ന സ്പ്രിങ്ങും ഈ സ്പ്രിങ്ങിനൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ സ്പ്രിങ്ങിൻ്റെ അടിഭാഗം കണ്ടില്ലേ, ചെറുതാണ്. ഇവിടെ സീറ്റിംഗ് ആവാൻ കണക്കിന് തന്നെയാണ് ഇതിൻ്റെ അടിഭാഗം കമ്പനി ഉണ്ടാക്കി വിട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഭാഗവും ഈ മേൽഭാഗവും സെയിമാണ്. ഇത് ചെളി പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഈ രണ്ട് ഭാഗം ഒരുപോലെ ഉണ്ടാവുക. മേലെ എത്തുമ്പം റൗണ്ട് കുറയും. ഈ സെൻറ്ററിലേക്ക് വരുമ്പം ഇതിൻ്റെ വലിപ്പം കൂടുകയാണ്. ഇത് അത്യാവശ്യം നല്ല സ്പ്രിങ് ആണ്. ഞാനിപ്പോൾ ഒരു 6 മാസമായിട്ട് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇതിൽ വന്നിട്ടില്ല. അതുപോലെ തന്നെ ഈ സ്പ്രിങ് ഇട്ടപ്പം ഇത് ആപ്പേൻ്റെ ട്യൂബ് തന്നെയാണ്. ട്യൂബ് കട്ട് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് അടി വരാണ്ടിരിക്കാനാണ് കേട്ടോ. അതുപോലെ തന്നെ കട്ട ചെയ്ത് വെച്ചിട്ടില്ല. ഈ കട്ട ഒഴിവാക്കുകയാണ് ചെയ്തത്. നമുക്കിവിടെ ഓൾറെഡി ഒരു കട്ട ഉണ്ടാവും. അതുപോലെ തന്നെ ഈ മേലെ ഭാഗത്തും ട്യൂബ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഈ കടകടാന്നുള്ള അടി ഒഴിവായി കിട്ടും കേട്ടോ. അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വെക്കണം നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ചെയ്തപ്പം മൂപ്പരങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഞാൻ അപ്രഭാഗം അഴിച്ചിട്ട് കാട്ടി തരാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ സൈഡിൽ നമ്മൾ ആപ്പേൻ്റെ ഷോക്ക് തന്നെയാണ് ഇട്ടിരിക്കുന്നത് എന്നുള്ളത്. ഇത് ആപ്പേൻ്റെ നമ്മളെ കമ്പനി ഷോക്കാണ് കേട്ടോ. ഇതിലൊരു മാറ്റം വരുത്തി എന്താണെന്ന് വെച്ചാൽ ഇത്രയും നീട്ടമേ നമ്മളെ ഷോക്കിന് ഉണ്ടാവുള്ളൂ. അതിൻ്റെ കൂടെ ഇതേ പീസ് തന്നെ ഒരു പഴയ ഷോക്കിനകത്ത് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്, വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. എങ്കിൽ മാത്രമേ നമുക്കിത് കൊടുക്കാൻ പറ്റുള്ളൂ ഇതിൽ. പക്ഷേ അംബാസഡറിൻ്റെ ഷോക്കാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നല്ല മഴയ്ക്കുള്ള ലക്ഷണമുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് എനിക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മഴ പെയ്യുന്നതിന് മുന്നേ ഒന്നുകൂടെ ഞാൻ കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. ഇതിൽ നമ്മൾ ഇട്ടിരിക്കുന്നത് ആൽഫേൻ്റെ കമ്പനി സ്പ്രിങ് ആണ്. ഒരു സ്പ്രിങ്ങിൻ്റെ വില 850 രൂപയാണ് വരുന്നത് കേട്ടോ. ഈ സൈഡിൽ നിങ്ങൾ കണ്ടതല്ലേ, നമ്മൾ അംബാസഡറിൻ്റെ ഷോക്കാണ് ഇട്ടേക്കുന്നത്. അത് സെക്കൻഡ് ഹാൻഡ് ആണ്, പുതിയതല്ല കേട്ടോ. പുതിയതിൻ്റെ വില എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 750-800 രൂപയാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയിലുള്ള ഷോക്ക് കുഴപ്പമില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഷോക്ക് തന്നെ ഉപയോഗിക്കാം. അപ്പുറത്തെ സൈഡിൽ ചെയ്ത പോലെ ഒരു പീസ് വെച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആ ഷോക്ക് തന്നെ ഉപയോഗിക്കാം. അങ്ങനെയാണ് കൂടുതലും ഈ സ്പ്രിങ് വർക്കുകാരെല്ലാം ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് കേട്ടോ. പക്ഷേ ഷോക്ക് പോയതാണെന്നുണ്ടെങ്കിൽ പുതിയ ഷോക്കിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഷോക്ക്, ഈ അംബാസഡറിൻ്റെ ഷോക്ക് മേടിച്ചാൽ മതി നിങ്ങൾ. അപ്പോൾ പറഞ്ഞ എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും തരത്തിൽ ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതിൽ കൂടെ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തോ കേട്ടോ. ഓക്കെ, അപ്പോൾ മഴ വരാൻ പോവാണ്. നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.